Good evening. Good evening. God, madam. Sweet posting, madam, for thanks. I see. ബോധം കിട്ടും. സെർച്ച് ചെയ്തോ, സെർച്ച് ചെയ്തോ. ഇതാണല്ലേ കൊച്ചാൻ പെറുക്കായുടെ യഥാർത്ഥ വേഷം. ഇനി നിങ്ങൾക്ക് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. സത്യം തുറന്നു പറയുന്നതാണ് നല്ലത്. എന്നെ രക്ഷിക്കണം. എന്റെ പേര് കൊച്ചുപാറു എന്നാണ്. തമ്പുരാട്ടിയുടെ കടപ്പുറ സൂക്ഷിപ്പുകാരിയായിരുന്നു ഞാൻ. കൊള്ളസംഘവും നിങ്ങളുമായി വല്ല ബന്ധമുണ്ടോ? പറയൂ. എങ്ങനെ? ഞാൻ അവരുടെ ഏജന്റായിരുന്നു. സംഗീതത്തിലേക്കുള്ള വഴി നിങ്ങൾക്കറിയാമോ? പറയൂ. അറിയാം. എങ്ങനെ? കൊട്ടാര വളപ്പിലുള്ള ക്ഷേത്രത്തിലൂടെയാണ് ആ വഴി. ആ വഴി കാണിച്ചു തരാമോ? അയ്യോ, ഭയപ്പെടേണ്ട, തുറന്നു പറയൂ. കാണിച്ചു തരാം. വെരി ഗുഡ്. ഹലോ, സി ഹിയർ. യെസ് സർ. കൊച്ചാൻ പെറുക്കായി ചോദ്യം ചെയ്തു. അവളുടെ യഥാർത്ഥ നാമധേയം കൊച്ചുപാറു എന്നാണ്. സംഗീതത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് അവൾ സമ്മതിച്ചിരിക്കുന്നു. യെസ് സർ, യെസ് സർ. ഇന്ന് വൈകുന്നേരം അവളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാം. ഓക്കെ സർ. അമ്മ ഇങ്ങോട്ടിരിക്കൂ. ധൈര്യമായിരിക്കും അമ്മ. സിന്ധു, സിന്ധു എന്താ അതിശയത്തോടെ നോക്കുന്നത്? അമ്മയെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിശയിച്ചത്. വളരെ വർഷങ്ങൾക്ക് ശേഷം തമ്പുരാട്ടി ആദ്യമായിട്ടാണ് ഈ കൊട്ടാരത്തിൽ കാലുകുത്തുന്നത്. പണ്ട് പ്രേതത്തെ ഭയന്ന് ഇവിടുന്ന് ഓടിപ്പോയതാണ് തമ്പുരാട്ടി. ഇനി തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ മരിച്ചുപോയ എന്റെ യജമാനന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു. കൊട്ടാരത്തിന് വല്ലാത്ത മാറ്റങ്ങൾ തോന്നുന്നുണ്ടാവും അല്ലേ? ഒരു മാറ്റവുമില്ല കുഞ്ഞെ. നിങ്ങളെല്ലാവരും കാരണം വീണ്ടും എനിക്കിവിടെ കടന്നു വരാൻ കഴിഞ്ഞു. എന്റെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹം സാധിച്ച പോലെ തോന്നുന്നു. അമ്മേ, ഈ നിമിഷം മുതൽ അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ പോവുകയാണ്. അതിന്റെ ആരംഭമാണിത്. ഇനി അമ്മ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അമ്മ എഴുന്നേൽക്കും. നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഒന്ന് ചുറ്റി നടന്ന് കാണാം. അവരെല്ലാം കാണാത്ത സ്ഥലങ്ങൾ കാണാൻ പോയിട്ടില്ലയോ? നമുക്ക് കണ്ട സ്ഥലങ്ങള് ഇനി ഒന്നുകൂടെ കാണാം. ഇതാ എന്റെ ചേട്ടൻ തയ്യാറാക്കിയ അവസാനത്തെ റിപ്പോർട്ട്. സംഗീതത്തെ പറ്റിയുള്ള പൂർണ്ണ വിവരം ഇതിനകത്തുണ്ട്. വാട്ട്? പേടിക്കണ്ട. സംഗീതത്തിലേക്കുള്ള വഴി അവന് പിടികിട്ടിയിട്ടില്ല. ശേഖർ, പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന കൊച്ചാൻ ഫെറൂക്ക അബദ്ധവശാൽ വഴി പറഞ്ഞു കൊടുത്താൽ അവളെ തട്ടിക്കളയണം. ഇത് നമ്മുടെ അവസാനത്തെ ശ്രമമാണ്. റാണിയെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ ഏർപ്പാട് ചെയ്തു. ഓഹോ, കലാശക്കോട്ടയ്ക്ക് തീ കൊളുത്താൻ പോവുകയാണ്. ഞാനും അവിടെ ഉണ്ടായിരിക്കും. ഞാൻ ഇന്ന് എന്റെ ചേട്ടനെ ഇതാ കെണിയിൽപ്പെടുത്താൻ പോവുകയാണ്. അത് അവന്റെ അവസാനമായിരിക്കും. ജയ് ഷിൻജോ, ജയ് ഷിൻജോ.
സാറേ 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 എന്താ? ഞാൻ ഈ ഗുഹയിൽ പുതിയ ആളാ സാറേ. ആകാശം കാണാൻ പുതിയാവുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ സാറേ? ഞാൻ ആകാശം കണ്ടിട്ട് 20 കൊല്ലമായി കുഞ്ഞെ. സാർ എന്ത് കുറ്റം ചെയ്തു? കുറ്റം, ഞാൻ മനുഷ്യനെ സ്നേഹിച്ചു, അതാണ് എന്റെ കുറ്റം. ഇവിടെ നിന്ന് രക്ഷപ്പെടാനൊരു വഴിയും കാണുന്നില്ലല്ലോ. വഴി ഞാൻ പറഞ്ഞുതരാം. സംസാരിക്കാൻ പാടില്ല. പോയി കിടക്കണം. പേടിക്കണ്ട, സങ്കേതത്തിലേക്കുള്ള വഴിയെന്ന് കാണിച്ചു തന്നാൽ മതി. പേടിക്കണം, പറഞ്ഞേട്ടെ. ഈ വിഗ്രഹം പെട്ടിയുടെ ലിവർ ഇടത്തുവശത്ത് തിരിച്ചാൽ പിന്നിലുള്ള വാതിൽ തുറക്കും. അതുവഴി പടികൾ കയറിയാൽ ക്ഷേത്രത്തിനടിയിലെത്തും. അവിടെയുമുണ്ട് ഒരു ലിവർ. അത് തിരിച്ചാൽ വിഗ്രഹം നീങ്ങും. അതുവഴി നിങ്ങൾക്ക് പുറത്തു പോകാം. വലിയ വേറെ നിൽക്കൂ. ശരിക്കും നിങ്ങളൊരു സഹായം ചെയ്തു തരാം. എന്താ? നിധികൾ കാത്തുവെച്ചിരിക്കുന്ന സ്ഥലം എനിക്ക് മാത്രമേ അറിയാവൂ. മഹാറാണിക്കും മരിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന മഹാറാണിയുടെ മകനും മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷേ ആ രാജകുമാരൻ മരിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. എന്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു? ആ കുഞ്ഞ് ജനിച്ച ഉടനെ അസാധാരണമായ ഒരു മറവ് നെഞ്ചിന്റെ ഇടതുവശത്ത് ഉണ്ടായിരുന്നു. ദീർഘായുസിന്റെ ലക്ഷണമാണത്. ഓ, ഞാൻ മഹാറാണിയെ കണ്ട് വല്ലതും പറയണം. ഇതാ ഈ ലോക്കറ്റ് റാണി ഏൽപ്പിക്കണം. നിധി സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ. ഭയപ്പെടേണ്ട, ഇതിൽ വെച്ചിരുന്ന പ്ലാൻ എത്തേണ്ട കൈകളിൽ എത്തിയിട്ടുണ്ട്. രാജേന്ദ്രൻ. ആരാണ് ഈ രാജേന്ദ്രൻ? രാജേന്ദ്രനെ കാണാനില്ല. ശേഖർ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ വേണ്ടി സങ്കേതത്തിലേക്ക് തട്ടിക്കൊണ്ടു പോകണമെന്നാണ് സംശയം. ഇനിയും കാത്തിരിക്കുന്ന അപകടമാണ്. വിഗ്രഹം പ്രദർശിച്ചിരിക്കുന്ന പീഠം നമുക്ക് ഡൈനമൈറ്റ് വെച്ച് പൊട്ടിക്കാം. ദൈവം വഴിയുണ്ടാകും. വരും. മിസ്റ്റർ ദിനേശ് ചന്ദ്രൻ, കഴിഞ്ഞ 20 വർഷങ്ങളായി ഞങ്ങൾ ക്ഷമിക്കുന്നു. ഇത് നിങ്ങളുടെയും റാണിയുടെയും അവസാന നിമിഷങ്ങളാണ്. ഇനിയെങ്കിലും തുറന്നു പറയൂ, വാമനവർമ്മൻ തിരുമേനിയുടെ നിക്ഷേപങ്ങൾ നിങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഇല്ല, ഞാനത് പറയില്ല. എന്നെ കൊന്നാലും ഞാനത് പറയില്ല. നിങ്ങളത് പറഞ്ഞേക്കൂ. എല്ലാം നഷ്ടപ്പെട്ട നമുക്കിനി എന്ത് നഷ്ടപ്പെടാനിരിക്കുന്നു? ഇല്ല തമ്പുരാട്ടി, ആ നിധിയുടെ അവകാശിയായ കൊച്ചു തമ്പുരാൻ മരിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ മരിച്ചാലും ആ നിധി കൊച്ചു തമ്പുരാന്റെ കയ്യിൽ ചെന്ന് ചേർന്നയക്കും. അതുകൊണ്ട് നമ്മൾ മരിച്ചാലും ഞാനത് പറയില്ല. അത് പറയില്ല കൊച്ചു തമ്പുരാട്ടി. മിസ്റ്റർ പ്രസാദ്, ഈശ്വര, എന്റെ മകൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ വേദന എനിക്ക് അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു. പ്രസാദ്, റാസ്കൽ,
നീ ശേഖരന്റെ വേഷമണിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങളെ കബളിപ്പിക്കാമെന്ന് കരുതിയില്ലേ? ഈ കാലന്റെ കൊലേറയിൽ കടന്നിട്ടുള്ള ആരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അവനെ ബന്ധിക്കൂ. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. തമ്പുരാട്ടി, ആ നെഞ്ചിൽ മറുക് നോക്കൂ. കുമാരന്റെ നെഞ്ചിലുണ്ടായിരുന്ന അതേ മറുക്. അത് തന്നെ കുഞ്ഞെ. മരണത്തിന്റെ പടിക്കൽ നിൽക്കുന്ന ഒരു പാവപ്പെട്ട അമ്മയാണ് ഞാൻ. ദേവിയേത് സത്യം തുറന്നു പറയും. മോൻ ആരാണ്? അമ്മേ, ഞാൻ അമ്മയുടെ മകനാണ്. എന്റെ 5ാമത്തെ വയസ്സിൽ ഘാതകന്മാരെ ഭയന്ന് അമ്മയുടെ അരികിൽ നിന്നും ഓടി രക്ഷപ്പെട്ടവനാണ് ഞാൻ. ഒരു വലിയ മനുഷ്യൻ എന്നെ രക്ഷിച്ചു, എന്നെ വളർത്തി പഠിപ്പിച്ചു, എന്നെ ഈ നിലയിലാക്കി. നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ വന്നവനാണ് ഞാൻ. എനിക്ക് തൃപ്തിയായി മോനെ, എനിക്ക് തൃപ്തിയായി. എനിക്കിനി മരിച്ചാലും വേണ്ടില്ല. അങ്ങനെ ഒടുവിൽ എല്ലാരും എന്റെ കയ്യിൽ തന്നെ വന്നകപ്പെട്ടു. മിസ്റ്റർ ദിനേശ്, റാണിയെയും മകനെയും നിലയ്ക്ക് രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിധി സൂക്ഷിച്ചിരിക്കുന്ന എവിടെയാണെന്ന് എന്നോട് തുറന്ന് പറയൂ. ഇനി ഞങ്ങൾക്ക് ജീവനിൽ കൊതിയില്ല. എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. അവനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിയൂ. വഴിത്തിരിയല്ല ശരിയല്ലേ? എല്ലാം ശരി തന്നെ. എന്നാൽ പുറത്തേക്കും. വഴി പിടിച്ചു എല്ലാം ഇതിലെ വന്നോളൂ. മിസ്റ്റർ രാജൻ, അടുത്ത ഊഴം നിങ്ങളുടേതാണ്. നിങ്ങളുടെ അമ്മയുടെ കൺമുൻപിൽ വെച്ച് വെടികൊണ്ട് വീണ് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുക.
ബഹളത്തിനിടയിൽ നമ്മുടെ കറുത്ത കണ്ണട താടിക്കാരൻ ഇവിടുന്ന് തടിതപ്പി നേരെ രഹസ്യം അറിയിച്ചെന്ന് ഈ രാജാവിന്റെ ചട്ടക്കൂട്ടിനകത്ത് കടന്നുകൂടാൻ ശ്രമിക്കുകയായിരുന്നു. ഞാനത് കണ്ടു. ഒറ്റ ഇടികൊടുത്തവനെ താഴെയിട്ടു. എന്നിട്ട് ഞാൻ രാജാവിന്റെ ചട്ടക്കൂട്ടിനകത്ത് കടന്നുകൂടി അവനെയും കൊണ്ട് ഇവിടെ വരികയായിരുന്നു. ഇത് അഴിക്കാമേ, എനിക്ക് ശ്വാസം മുട്ടുന്നു, ഒന്ന് അഴിക്കേ. അപ്പോൾ ഇതായിരുന്നു ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയ രാജാവിന്റെ പ്രേതം? അതെ, കൊട്ടാരത്തിലുള്ള പ്രതിമയുടെ അതേ രൂപത്തിലുള്ളൊരു മോൾഡാണിത്. അതിനുള്ളിൽ താടിക്കാരൻ കയറിയാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. ഈ രണ്ട് പ്രതിമകളും ആവശ്യം വരുമ്പോ പരസ്പരം മാറ്റാനുള്ള ഏർപ്പാടുകൾ ഈ നിലവറയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു മോനെ? കൊട്ടാരത്തിലെ നിക്ഷേപങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നു ഇത്. അമ്മയ്ക്ക് ഈ നിൽക്കുന്ന താടിക്കാരൻ അറിയാമോ? ഇല്ല മോനെ, ഞാനിന്ന് ആദ്യമായിട്ട് കാണുകയാണ്. അമ്മയ്ക്ക് നല്ല പരിചയമുള്ള ആളാണിത്. ഇതാ നോക്കൂ. കുറുപ്പോ? അതെ അമ്മേ, കുറുപ്പ് തന്നെ. എടാ അറബിക്കുറുപ്പേ, നീ എത്ര പേരുടെ അറുതി വരുത്തിയടാ, നിനക്ക് കിടക്കട്ടടാ ഇതൊരു ആരം. അമ്മേ, ദിനേശ് ചന്ദ്രൻ കൊട്ടാരത്തിൽ നിക്ഷേപിച്ച ധനശേഖരത്തെ പറ്റി അമ്മയുടെ കിടപ്പറ സൂക്ഷിപ്പുകാരിയായിരുന്ന കൊച്ചുപാറുവിന് അറിവ് കിട്ടി. അവൾ അവളുടെ അടുപ്പക്കാരനായ കുറുപ്പിനെ അറിയിച്ചു. ഗൂഢാലോചനയിലൂടെ അതിവിദഗ്ധമായ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് അച്ഛനെ കൊന്നു. കൊട്ടാരത്തെ ഒരു പ്രേതാലയമാക്കി മാറ്റി. കൊച്ചുപാറു കൊച്ചാൻ ഫറൂഖയായി, കുറുപ്പ് അറബിയായി. പക്ഷേ കാര്യമായിട്ട് എന്തെങ്കിലും അപഹരിക്കാനോ നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനോ അവർക്ക് കഴിഞ്ഞില്ല. നിങ്ങളുടെ സഹോദരൻ ശേഖർ എങ്ങനെ രക്ഷപ്പെട്ടു? ശേഖർ ഇവിടെ തന്നെ ഉണ്ട്. ക്ഷമിക്കണം, രാജനും ശേഖറും ഒരേ ആള് തന്നെയായിരുന്നു. ബുദ്ധിപൂർവം രണ്ട് വേഷങ്ങളും കെട്ടി ഞാനൊരു നാടകം നടത്തിയെന്നേ ഉള്ളൂ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോനെ. ഈ ഗൂഢസംഘത്തെ പിടികൂടാൻ ഇങ്ങനെ ഒരു മാർഗം സഹായകരമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഹോട്ടലിലെ ഞങ്ങളുടെ താമസവും വഴക്കുകളുമെല്ലാം അതിനുവേണ്ടി രൂപപ്പെടുത്തിയ രംഗങ്ങളായിരുന്നു. നീ ഒരു കറുത്ത ചായവും കൃത്രിമ തലമുടിയും ടേപ്പ് റെക്കോർഡറുമെല്ലാം അതിന് എനിക്ക് സഹായകരമായി. ഈ രാജനും ശേഖരും രണ്ടുപേരാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ അമ്മയെയും സിന്ധുവിനെയും കുറെയൊക്കെ വേദനിപ്പിക്കേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കണം. ചാർലി സാറിന്റെ റൂമിൽ കിടന്നു. ഇത് CID ഓഫീസർ മിസ്റ്റർ ഗുപ്ത. അത് എന്റെ അസിസ്റ്റന്റ് മിസ്റ്റർ സാൻഡോ. ഇത് അസിസ്റ്റന്റ് CID ഓഫീസർ മിസ്സിസ് വിമല ഗുപ്ത, നമ്മുടെ ഗുപ്തയുടെ ഭാര്യ. ജൂലി എന്ന പേരിൽ ഹോട്ടലിൽ നർത്തകിയായി ഞങ്ങളുടെ മുറിയുടെ താഴെ താമസിച്ച് സമയാസമയങ്ങളിൽ നൂലേണി വഴി കയറാനും ഇറങ്ങാനും സാറിനെ സഹായിച്ചത് വിമലയാണ്, മൈ വൈഫ്. ഇനി ഇവർ എന്താ പറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. പഞ്ചലോഹ നിർമ്മിതമായ ഈ വെങ്കല രാജാവിന്റെ ഭീകരവാഴ്ചയിൽ നിന്നും പാവപ്പെട്ട പ്രജകളെ രക്ഷിക്കാൻ നിങ്ങൾ 5 പേരും ചേർന്ന് നടത്തിയ പഞ്ചതന്ത്രം വിജയിച്ചിരിക്കുന്നു. അതിൽ അഭിനന്ദിച്ച് ഞങ്ങൾ അങ്ങയുടെ കഴുത്തിൽ ഒരു തിരുവാഭരണം ചാർത്താൻ പോവുകയാണ്. ഞങ്ങളുടെ യജമാനന്റെ പുത്രി സിന്ധു.